സീതാറാം യെച്ചൂരിക്ക് രാജ്യം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ JNU ക്യാമ്പസിലേക്ക് കൊണ്ടുപോകും. അവിടെ 20 മിനിറ്റോളം പൊതുദർശനം ഉണ്ടാകുമെന്നാണ് വിഷ്ണു നൽകിയ വിവരം. പക്ഷേ ആ പൊതുദർശനം വീണ്ടും നീണ്ടുപോകാനാണ് സാധ്യത. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇടിമുഴക്കങ്ങളായി കേട്ട JNUവിൻ്റെ ക്യാമ്പസുകൾ 77കളിൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ വലിയ തീനാളമായി ജ്വലിച്ച വിപ്ലവ വീര്യം, ക്ഷുഭിത യൗവനം, സമരതീക്ഷ്ണമായ ഒരു കാലഘട്ടത്തിൻ്റെ ഉടമ സീതാറാം യെച്ചൂരി വിടവാങ്ങുമ്പോൾ രാജ്യത്തിൻ്റെ മതേതരത്തിൻ്റെ കാവലാളായി നിന്ന സീതാറാം യെച്ചൂരി, രാജ്യത്തെ ഏറ്റവും മികച്ച സംഘാടകനായ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ സീതാറാം യെച്ചൂരി വിടവാങ്ങുമ്പോൾ രാജ്യത്തിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല അത് രാജ്യത്തിനാകെ തന്നെ വലിയ നഷ്ടമായി മാറുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ JNU ക്യാമ്പസിലേക്ക് പോകും. അവിടെ പൊതുദർശനം 20 മിനിറ്റോളം. അതിനുശേഷം ഇന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് യാത്ര തിരിച്ചിരിക്കുകയാണ്. പാർട്ടി നേതാക്കൾ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച സഖാക്കൾ, സുഹൃത്തുക്കൾ ഒക്കെ തന്നെ വലിയ തരത്തിൽ വിഷമം അനുഭവിച്ചുകൊണ്ട്, വലിയ തരത്തിലുള്ള വേദനയാണ്. ആ നേതാവിൻ്റെ ഒരു സുഹൃത്തായിരുന്നു, സഖാവായിരുന്നു, സംഘാടകനായിരുന്നു, വാഗ്മിയായിരുന്നു, അങ്ങനെ പലരും പല കാലങ്ങളിൽ പല നിലകളിൽ ഓർത്തിരുന്ന ഉജ്ജ്വലനായ നേതാവ്. ആ നേതാവിൻ്റെ മൃതദേഹം ഇപ്പോൾ ദില്ലി എയിംസിൽ നിന്ന് പാർട്ടി നേതാക്കൾ ഏറ്റുവാങ്ങി JNUവിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ഒരിക്കൽ കൂടി ചേരുകയാണ്. വിഷ്ണു, ഇത് എത്ര ദൂരമുണ്ട് ഈ എയിംസിൽ നിന്ന് ഇനിയിപ്പോൾ ഈ JNUവിലേക്ക് എത്തിച്ചേരുമ്പോൾ? എത്ര സമയം കൊണ്ട് JNUവിൽ എത്തിച്ചേരും? അവിടെ 20 മിനിറ്റ് എന്ന് പറഞ്ഞ ആ സമയമായിരിക്കില്ല, അങ്ങനെ ഒരു സമയപരിമിതി നിശ്ചയിക്കാനാകില്ല. അത്രയ്ക്ക് പ്രിയപ്പെട്ട ഒരു നേതാവ്, JNUവിൻ്റെ ക്യാമ്പസുകളിൽ ഇപ്പോഴും മുഴങ്ങിക്കേൾക്കുന്ന പേരാണ് സീതാറാം യെച്ചൂരി. എങ്ങനെയാണ് ഇനിയുള്ള അതിനുശേഷമുള്ള JNUവിൽ കൊണ്ടുപോയതിനു ശേഷമുള്ള പൊതുദർശനം? ഇന്ന് വസന്ത് കുഞ്ചിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പൊതുദർശനം അടക്കമുള്ള പരിപാടികൾ, നേതാക്കളെല്ലാവരും തന്നെ ഇപ്പോൾ JNUവിലേക്ക് പോയിട്ടുണ്ടോ വിഷ്ണു? സിജു, തീർച്ചയായിട്ടും ഇപ്പോൾ യെച്ചൂരിയുടെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇവിടെ നിന്നും എയിംസിൽ നിന്നും JNUവിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും ഒരു അരമണിക്കൂർ സമയം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇതായതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചൊരിയുന്ന മഴയാണ്, വലിയ തലത്തിലുള്ള ബ്ലോക്കുകൾ റോഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഓടിയെത്താനുള്ള സമയം കുറച്ച് കൂടുതൽ വേണ്ടിവരും. ഒരു 1 മണിക്കൂർ സമയം ചിലപ്പോൾ വേണ്ടി വന്നേക്കും JNUവിൽ വരെ എത്താൻ. JNUവിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റാണ് ഇപ്പോൾ പൊതുദർശനം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാവുന്ന പോലെ, സിജു തന്നെ സൂചിപ്പിച്ച പോലെ, ആ ഒരു JNUവിലെ സമരങ്ങളിലൂടെ, അടിയന്തരാവസ്ഥ കാലത്തെ സമരങ്ങളുടെ തീച്ചൂളയിലൂടെ വളർന്നു വന്ന നേതാവാണ്. എന്നും JNUവിലെ വിദ്യാർത്ഥികൾക്ക് എന്നും ഒരു വിപ്ലവ നായകൻ തന്നെയാണ് സീതാറാം യെച്ചൂരി. അതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ തന്നെ അദ്ദേഹത്തിന് ആ ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ JNUവിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പൊതുദർശനത്തിൻ്റെ സമയം 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് എന്നുള്ളത് നീണ്ടു പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷേ അതിനുശേഷം JNUവിലെ ഈ ഒരു പൊതുദർശനത്തിന് ശേഷം മൃതദേഹം അവിടെ നിന്നും സ്വവസതിയിലേക്ക് കൊണ്ടുപോകും. വസന്ത് കുഞ്ച് ഈ JNUവിൽ നിന്ന് വളരെ അടുത്താണ് വസന്ത് കുഞ്ച്, വലിയ ദൂരമില്ല, പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ സ്വവസതിയിൽ ഇന്ന് രാത്രി മൃതദേഹം അവിടെ തന്നെയായിരിക്കും. മുതിർന്ന നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ എത്തി പ്രിയ സഖാവിനെ ഇന്ന് കാണും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നാളെയാണ് യെച്ചൂരിയുടെ മൃതശരീരം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ എയിംസിന് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി കൈമാറുന്നത്. നാളെ വൈകിട്ടോടു കൂടിയാണ്. അതിനും മുന്നോടിയായി രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ഇപ്പോൾ പൊതുദർശനം പാർട്ടി ആസ്ഥാനത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ശരി വിഷ്ണു, ഏതായാലും ഒരു രാജ്യ തലസ്ഥാനം വലിയ തരത്തിലുള്ള ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രാജ്യത്തെ ഏറ്റവും സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്,
JNUവിൻ്റെ ക്യാമ്പസുകളെ വിറപ്പിച്ചിരുന്ന ഇടിമുഴക്കമായി നിലകൊണ്ടിരുന്ന ആ വിദ്യാർത്ഥി നേതാവിനെ അല്പസമയത്തിനകം തന്നെ JNU ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കും, അന്ത്യാഞ്ജലി അർപ്പിക്കും. ഏതായാലും അതിനുശേഷം വസന്ത് കുഞ്ചിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊതുദർശനം. നാളെ രാവിലെ 11 മുതൽ 3 മണിവരെ ദില്ലി AKG ഭവനിൽ പൊതുദർശനം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതശരീരം എയിംസിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകുകയും ചെയ്യും.